ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ സൂപ്പർ താരമായ ടിം ഡേവിഡിനെ സ്വന്തമാക്കിയത് RCB ആയിരുന്നു. 3 കോടി രൂപയായിരുന്നു ടിം ഡേവിഡിന് വേണ്ടി RCB ചിലവഴിച്ചത്. മികച്ച പ്രകടനം ഡേവിഡ് നടത്തിയിട്ടുണ്ട്. ചില നിർണായകമായ ഇന്നിങ്സുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരുന്നു. 9 ഇന്നിങ്സുകളാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത്. 187 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു. ബാറ്റിംഗ് ആവറേജ് വരുന്നത് 62.33 ആണ്. സ്ട്രൈക്ക് റേറ്റ് 185 ആണ്. 16 ഫോറുകളും 14 സിക്സറുകളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ IPL ഏറ്റവും കൂടുതൽ ബാറ്റിംഗ് ആവറേജ് ഉള്ള രണ്ടാമത്തെ താരമായി മാറാൻ ടിം ഡേവിഡിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു കിരീട നേട്ടത്തിൽ തൻ്റെതായ ഒരു റോൾ വഹിക്കാൻ ടിമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതേക്കുറിച്ച് CSKയുടെ സൂപ്പർ താരമായ രവിചന്ദ്രൻ അശ്വിൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ടിം ഡേവിഡിനെ കൊണ്ടുവരാൻ അതല്ലെങ്കിൽ മെഗാ ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാൻ താൻ CSK മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്നു. അത് അവർ കേട്ടില്ല എന്നൊക്കെയാണ് അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇത് ഇവിടെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. CSK മാനേജ്മെന്റിലെ ചില ആളുകളോട് ടിം ഡേവിഡിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് അവൻ്റെ കളിയൊക്കെ തീർന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ മികവൊക്കെ തീർന്നിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഞാൻ ആവർത്തിക്കുന്നു, T20 ക്രിക്കറ്റിന്റെ ഭാവി അത് 6 അടിയിൽ കൂടുതൽ ഉയരമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കരുത്തരായിട്ടുള്ള കളിക്കാർക്ക് ഉള്ളതാണ്. അവരാണ് T20 ക്രിക്കറ്റ് ഭരിക്കാൻ പോകുന്നവർ. ഇതാണ് അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ടിം ഡേവിഡിനെ എത്തിക്കാൻ CSKയോട് പറഞ്ഞിരുന്നുവെങ്കിലും അത് കേട്ടില്ല എന്നാണ് അശ്വിൻ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. അശ്വിൻ്റെ ഭാവി തുലാസിലാണ്. CSK വിട്ടുപോവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസി വിടാനുള്ള ഒരു അനുമതി അദ്ദേഹം CSKയോട് തേടി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.